ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ പുതിയൊരു യാത്രാ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ലേ ലഡാക്ക് ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്തൊരു വലിയ ട്രിപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹിമാചൽ പ്രദേശിലെ മലാന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാമത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇന്ന് ഡൽഹിയിൽ നിന്ന് ബസ് കയറി ഇന്ന് രാവിലെ ആകുമ്പം കസോൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ദെൻ അവിടുന്ന് കസോളിൽ നിന്നൊരു ടാക്സി പിടിച്ചു നമ്മളിവിടെ എത്തി. ഇത് നമ്മളിപ്പോൾ വന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പം ഏതാ മാസം, മാർച്ച് മാസം കേട്ടോ, മാർച്ച് മാസം 2024 കേട്ടോ. അപ്പം ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്, നല്ല തണുപ്പുണ്ട്. നമ്മൾ ലാസ്റ്റ് ടൈം വന്ന പോലെയല്ല, ഇപ്രാവശ്യം കുറേ മഞ്ഞൊക്കെ കാണാനുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. സോ അങ്ങനെ നമ്മളിതേ മലാന വില്ലേജിലേക്കുള്ള ചെറിയ തോതിലുള്ള ട്രക്ക് ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ സ്നാക്സൊക്കെ മുകളിൽ നിന്ന് വാങ്ങി ഇപ്പം ദേ ഈ വഴിയാട്ടോ നമുക്ക് ഇറങ്ങേണ്ടത്. നേരത്തെ കാണിച്ചു തന്ന പോലെ നമുക്ക് ഈ വഴി കയറി അങ്ങനെ മുകളിലോട്ട് പോകണം. സനുബായ്, അപ്പം ഇവനെ നിങ്ങൾ മറ്റേ എല്ലപ്പെട്ടി മിനി വ്ളോഗ്സിൽ കണ്ടിട്ടുണ്ടാവും. അതേ ടീം തന്നെയാണ് കേട്ടോ ഇതിന് വന്നേക്കുന്നത്. അപ്പം ഇവിടേക്കുള്ള ലൈറ്റൊക്കെ ഉള്ളത് സോളാർ കേട്ടോ. ഇവിടെ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഫുള്ള് സോളാർ പാനൽ വെച്ചിട്ടാണ് ഇവിടെ ഇലക്ട്രിസിറ്റിയൊക്കെ ഇവിടെ കിട്ടുന്നത്. പിന്നെ മലാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാലോ, സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ കഞ്ചാവ് കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അത് മാത്രമല്ലാതെ ഇവിടേക്ക് അങ്ങനെ ഇപ്പം കുറേ കൊല്ലങ്ങളായിട്ട്, ഈ കുറച്ച് കൊല്ലങ്ങളായിട്ട് മാത്രമേ ഉള്ളൂ ടൂറിസ്റ്റിന് കയറാൻ പറ്റിയിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് പണ്ട് കാലത്തുള്ള ആ ഒരു എന്താ പറയുക, ആ പണ്ട് കാലത്തെ രീതികളൊക്കെ ഫോളോ ചെയ്ത് വരുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. അതായത് ഈ തൊട്ടുകൂടായ്മ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പം അതായത് പുറത്ത് നിന്നുള്ള ആൾ വന്നിട്ട് അവരെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അശുദ്ധമാവും എന്നുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഇപ്പോഴും വിശ്വസിച്ച് പോരുന്ന കുറച്ച് ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പം ഇപ്പോഴൊക്കെയാണ് അവിടേക്ക് നമുക്ക് എൻ്റർ ചെയ്യാനുള്ള പെർമിഷനൊക്കെ ഉള്ളത്. പണ്ട് പോലീസ് പോലും കയറില്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എനിവേ എന്തായാലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പോയിട്ട് വെറുതെ ചുമ്മാ അവിടെ എവിടെയും തൊടാനൊന്നും പറ്റില്ല. കാരണം അവിടെ തൊട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ട് ഞാൻ മുന്നേ ഉള്ള വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും പോയി നോക്കാം, അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത് പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് മുകളിലേക്ക് കയറി കേട്ടോ, ഒരുപാട് മുകളിലേക്ക് കയറി. കാരണം വന്ന വഴിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഭയങ്കര വലിയ അഗാധമായിട്ടുള്ള കൊക്ക കേട്ടോ സൈഡിൽ കൂടെയൊക്കെ വന്ന് പോയപ്പം. ബൈ ദ വേ, നിങ്ങൾക്ക് മലാന വില്ലേജിലേക്ക് വരണം എന്നാണെങ്കിൽ, ഇപ്പം കസോളിൽ നിന്നാണെങ്കിൽ നിങ്ങൾ നേരെ ജബ്രി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് പിന്നെ ഒരു 13 കിലോമീറ്റർ എങ്ങാനുണ്ട് നമ്മുടെ മലാന വില്ലേജിലേക്ക്. അതായത് കസോളിൽ നിന്ന് അറൗണ്ട് ഒരു 20 കിലോമീറ്റേഴ്സ് ഉണ്ട് മലാന വില്ലേജിലേക്ക്. അപ്പോൾ നിങ്ങൾ ബൈക്ക് റെൻ്റ് എടുത്ത് വരുന്നത് റെക്കമെൻഡ് അല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ റോഡൊക്കെ ഭയങ്കര അബദ്ധമാണ്, ഭയങ്കര ഓഫ് റോഡാണ്. അപ്പം കയറി വരേണ്ടവർക്ക് കയറി വരാം. അതല്ല നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് വരാനാണെങ്കിൽ ഒരു ടാക്സി അവിടെ നിന്ന് ഹയർ ചെയ്താൽ മതി. ആ അപ്പ് ആൻഡ് ഡൗണും കൂടി ഒരു 2000 റുപ്പീസൊക്കെ വരില്ല. അപ്പം ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിളായിട്ട് ടാക്സി ബുക്ക് ചെയ്ത് വരുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ക്ഷീണിക്കത്തുമില്ല. നമുക്ക് ഇവിടുന്ന് ഈ ഒരു ചെറിയൊരു പെർ ഹെഡ് 500, അതെ വിച്ച് മീൻസ് നമുക്ക് 4 പേരും കൂടി ആകുമ്പോൾ 2000 രൂപ അങ്ങനെ ആ റേഞ്ചിലേ കിട്ടിയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ടാക്സി എടുത്തത്. അപ്പം എന്തായാലും ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ട്രക്ക് ചെയ്ത് പോകുന്ന വഴി. താഴത്തെ ചെറിയൊരു അരുവി പോകുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകണം. ഇവിടെ 2 മലയാളീസിനെ കിട്ടി. അപ്പോൾ ഇവിടെ എല്ലാവരും അത്യാവശ്യം കിളിപാറിയിട്ടൊക്കെയാണ് ട്രക്ക് ചെയ്ത് പോകുന്നതൊക്കെ. ആക്ച്വലി അത് അടിപൊളിയാണ് നമുക്ക് കാണാനൊക്കെ. കണ്ണാടാൻ പറ്റുന്നില്ല, ഇറങ്ങിയതേ അടിപൊളി. അതെ, വെയിലുണ്ട് നോക്കണ്ട, പക്ഷേ തൊട്ട അപ്പുറത്താണ് ഇതേ മഞ്ഞുമല. അവിടെ നിന്ന് അടിക്കുന്ന കാറ്റുള്ളതുകൊണ്ട് നല്ല തണുപ്പുണ്ട്, വിചാരിക്കുന്ന കാര്യമല്ല. ആഹാ, അടിപൊളി. സനു നോക്കണേ, താഴോട്ട് ഇറങ്ങുമ്പോൾ അങ്ങനെ കാല് ചെറുതായിട്ട് വിറയ്ക്കുന്നുണ്ട്. വേറെ ഒന്നും ഉണ്ടല്ല, നമ്മളധികം ട്രക്കിംഗ് ഒന്നും അധികം അങ്ങനെ ചെയ്യാറില്ലല്ലോ. എപ്പോഴെങ്കിലുമൊക്കെ വൺസ് ഇൻ എ വൈൽ ചെയ്യുന്നതുകൊണ്ട് കാലിങ്ങനെ വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്ത് മനസ്സിലായി, നമ്മൾ നല്ലോണം എക്സസൈസൊക്കെ ചെയ്തിട്ടൊക്കെ പരിപാടിക്ക് വരാവുള്ളൂ. എക്സസൈസ് കുറച്ചൊരു കുറവുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം നമുക്ക്. നോക്കിയേ, കണ്ടോ ചെറിയൊരു ഇരുമ്പ് പോലെ കേട്ടോ. ഓനെ പൊളി പൊളി. വാ, come on. നാളെത്ര ഏതാ ബേട്ടാ ബേട്ടാ ബേട്ടാ, ഏയ് ഹലോ. ബിസ്ക്കറ്റ് ഉണ്ടെന്ന് കണ്ടപ്പോൾ കണ്ടാ വേണാ? നിനക്ക് വേണോ? നിനക്ക് ഒന്ന് കൊടുക്കാം, വേണ്ട. ഇത് പിടിക്കുക, എന്താ എന്തൊരു ഇത് പിടിക്കുന്നു. വേണ ചായേ?
വേണോ? ആ വെരി ഗുഡ്. കഴിച്ചോ. പ്ലാസ്റ്റിക് നമ്മൾ ഇവിടെ ഇടരുത് കേട്ടോ. ഓ പേടിച്ചു ഞാൻ. ബിസ്ക്കറ്റ് ആക്രാന്ത് ആക്രാന്ത് ആക്രാന്ത്. ഈ പട്ടിക്ക ബട്ടി. സിറ്റ്. ഓക്കെ. catch 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 catch. Wow man, come. Okay, ready ready. Wow. ഇത് നമ്മുടെ കൂടെ കൂടിയേക്കാണ് കേട്ടോ. ബിസ്ക്കറ്റ് കൊടുത്തതിന് ശേഷം എന്താടാ നമുക്ക് ഇങ്ങനെ നടന്നു വരുന്ന സമയത്തേ നമുക്കിത് ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണാം കേട്ടോ. അതെ ഓക്കെ. ആഹാ ഇവിടുത്തെ ആൾക്കാരാട്ടോ അതൊക്കെ. ഇവിടുത്തെ ലോക്കൽസാണ് അതൊക്കെ. ഇവിടെ വന്നിട്ട് അവർ അലക്കുക കേട്ടോ. നമ്മളിപ്പോൾ കണ്ടില്ലേ മലാന ക്രീം ഉണ്ടല്ലോ, അതിൻ്റെ ചെറിയൊരു സാമ്പിൾ കാണിച്ചു തന്നാ കേട്ടോ നമുക്കവർ. നമ്മൾ കയറി പോകുമ്പോൾ അവരുടെ കഫേ ഉണ്ട്, അവിടെ സാധനം വേണമെങ്കിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് കാണിച്ചു തന്നു. നമ്മൾ പറഞ്ഞു നമുക്ക് വേണ്ട, കാണാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തന്നു മലാന ക്രീം. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമ്മൾ വേറെ വീഡിയോനകത്ത് കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചത് കാണാൻ പറ്റുമെന്ന്. അപ്പം അവർ പറഞ്ഞു കാണാനിപ്പോൾ പറ്റില്ല, കാരണം ഓഫ് സീസണിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു. നോക്കാം അത് അവിടെ പോയിട്ട് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ വീഡിയോ എടുക്കും കേട്ടോ. നമ്മളങ്ങനെ മലാന വില്ലേജിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ വീടൊന്നും അങ്ങനെ തൊടുകയും ചെയ്യരുത്, ഇവിടുത്തെ ആൾക്കാരെ തൊടരുത്. ഇതൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഫൈനാണ് കേട്ടോ. 4000-5000 രൂപയൊക്കെ ഫൈനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും തൊടാതെ നമ്മളിങ്ങനെ ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ പോവാം കേട്ടോ. ഇവിടെ വലിയൊരു മരം ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തതുപോലെ അതിനെന്തോ എഴുതി വെച്ചിട്ടുണ്ട്. സ്ട്രിക്ട്ലി ഫോർബിഡൻ നോട്ട് ടു ടച്ച് ദിസ് ഹോളി പ്ലേസ്. ഇവിടെ സ്നോ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറേ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരും ഉണ്ട്. നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞങ്ങളിവിടെ ഇവരോട് ഇങ്ങനെ ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം വേണ്ട പറഞ്ഞു കേട്ടോ. പിന്നെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി. കണ്ടോ അതെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഫോട്ടോ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ആ ഫോട്ടോ എടുത്തരുമോ എന്നൊക്കെ ചോദിച്ചു ഇങ്ങോട്ട്. ഇതേ കണ്ടോ, ഇത് സ്നോയിലിരുന്ന് ഫോട്ടോ എടുക്കുകയാണ്. സ്മൈൽ. അതെ ഇവിടെ തീരി വിളിക്കാൻ കേട്ടോ. ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് ഇവർക്ക് ആള് കൂടി കേട്ടോ. ഫോട്ടോ എടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ ഇവര്. ഈ കാണുന്നതാണ് ഇവരുടെ വീട്. ചെറിയ വീട് കേട്ടോ, കുഞ്ഞു വീട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരുണ്ട്. हिंदी गाऊं? हाँ हिंदी नो प्रॉब्लम, चलेगा चलो. सोचेंगे तुम्हें प्यार करके नहीं, ये दिल बेकरार करके नहीं, ख्वाबों में छुपाया तुमको, यादों में बसाया तुमको, मिलोगे हमें तुम जानम कहीं ना कहीं,
सोचेंगे तुम्हें प्यार करके नहीं. ഇത് ഇവിടെ ഫെസ്റ്റിവൽ ആണ് കേട്ടോ. ഓ സൂപ്പർ സൂപ്പർ. दीदी ये फोटो परमिशन नहीं. ये क्या है? ये फेस्टिवल है या यहाँ से? ओके बा. നമ്മളിപ്പോൾ കാണുന്നത് മലാന ഗ്രാമത്തിലെ ഫഗ്ലി എന്ന് പറയപ്പെടുന്ന ഒരു ഫെസ്റ്റിവലായിരുന്നു കേട്ടോ. അന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് കേൾക്കുന്നതും കാണുന്നതും ഒക്കെ. അപ്പം ഇത് ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ച സമയത്ത് ഇവർ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആരാധിച്ച് വരുന്നൊരു ദൈവമുണ്ട്, ജംലു എന്നാണ് ആ ദൈവത്തിൻ്റെ പേര്. ഓക്കെ, അപ്പം ആ ദൈവത്തിനോടുള്ള ആരാധനയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഈ കാണുന്ന ഈ ഒരു ആഘോഷം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആഘോഷത്തിൻ്റെ കാലയളവിൽ ഇവിടെയുള്ള ഗ്രാമവാസികൾ മുഴുവൻ പങ്കെടുക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ആർക്കെങ്കിലും എന്തെങ്കിലും നേർച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഇവരിവിടെ സ്വർണവും വെള്ളിയും പിന്നെ കുതിരകളൊക്കെ ആയിട്ട് സമ്മാനിക്കാറുണ്ട് എന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞത്. പിന്നെ അതുപോലെ ഈ ഗ്രാമത്തിൽ മാതാ അംബിക എന്ന് പറഞ്ഞിട്ടൊരു ദൈവത്തിൻ്റെയും കൂടി ഒരു ക്ഷേത്രമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു മലാന ഫെസ്റ്റിവലിൻ്റെ സമയത്ത് മലാന ഗ്രാമത്തിലെ കുറച്ച് സ്ത്രീകൾ ചേർന്നിട്ട് ഈ ഒരു മാതാ അംബിക ക്ഷേത്രത്തിൽ പോയിട്ട് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസും ഇവിടെ കളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് മൊത്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് വിശന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാം. ഇതിൽ നമ്മൾ അതിലേ അങ്ങോട്ട് കയറിയത് ഓർക്കില്ലേ? ആ दिस वे ब्रो, नीचे जाना है, रास्ता ये क्या? ओके भैया बिस्किट है क्या भैया? बिस्किट है क्या? बाहर ओके सॉरी. बिस्किट क्रीम बिस्किट है ना? എടാ ക്രീം പറഞ്ഞ ഇവിടെ മറ്റേ ക്രീമാ. ക്രീമൊക്കെ കൂടി അതിനകത്ത് മിക്സ് ആക്കി തരും. ओके भैया कितना टोटल कितना? ये कितना? 20 30 100 टोटल 100. ഓക്കെ കേട്ടോ, ഇങ്ങനെയാണ് ഇവർ പൈസ വാങ്ങുന്നതും സാധനങ്ങൾ വാങ്ങിക്കുന്നത് കേട്ടോ. കാരണം ഇവർ തൊടാൻ പാടില്ല എന്നാണ്, തൊട്ടുകൂടായ്മ കണ്ടോ, അങ്ങനെ കൊടുക്കരുത്. ഓ മയൻ ഞങ്ങളിത് ഈ സാധനം വാങ്ങിച്ചു കേട്ടോ. സോ ഗൈസ്, നമ്മളങ്ങനെ മലാന വില്ലേജിൽ നിന്ന് തിരിച്ചിറങ്ങാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നുണ്ട്. കാരണം നമുക്ക് മാക്സിമം പറ്റുന്നിടത്തോളം നമ്മൾ മാക്സിമം എല്ലാ സ്ഥലത്തും കയറി ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇതേ ഈ വ്യൂ നോക്കിയേ, ബാക്കിൽ മഞ്ഞുമല. ആഹാ അടിപൊളിയല്ലേ? അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. പിന്നെ ഒരു കാര്യം, അടുത്ത വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സ്നോ ഉള്ള സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും. അപ്പം ആ വീഡിയോയിൽ കിടിലൻ സംഭവങ്ങൾ കാഴ്ചകളൊക്കെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ.